ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ക്യാരറ്റ് പുഡിംഗ് ആണ്. ഈസിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഇതാ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് കുക്കറിലിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. പിന്നെ ഇതാ 1/2 ലിറ്റർ പാലിൻ്റെ പുഡിംഗാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 10 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഇതാ ഈ സോസ് പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ക്യാരറ്റ് വേവിച്ച് വെച്ചില്ലേ, അത് ചെറിയ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ കുറച്ച് പാലൊഴിച്ച് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ചൈന ഗ്രാസ് കൂടി മെൽറ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ച് കൊടുക്കണം. ഏകദേശം 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് നല്ല തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ച ക്യാരറ്റ് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അപ്പുറത്തെ ചൈന ഗ്രാസ് മെൽറ്റാൻ വെച്ചിട്ടുണ്ടായില്ലേ, അത് നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ചൊന്ന് ആറിക്കഴിഞ്ഞാൽ ഇതാ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു അരിപ്പ വെച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ഒഴിച്ചതിന് ശേഷം ചെറിയ ചെറിയ ബബിൾസൊക്കെ കാണും. അതൊക്കെ ഒന്ന് മേലെ നിന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം. വളരെ ഈസിയാണ്, പെട്ടെന്ന് നമ്മൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇത് കുറച്ചൊന്ന് തണുത്ത് വരുമ്പോഴാണ് ഞാനിതിലേക്ക് ഡെസിക്കേറ്റ് കോക്കനട്ടും ട്യൂട്ടി ഫ്രൂട്ടിയും ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഇതിൽ കാണുന്നത് പോലെ കുറച്ചൊന്ന് ഷോക്ക് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വീഡിയോ ആയതുകൊണ്ട് മാത്രമേ ഇതുപോലെ വെച്ച് കൊടുത്തതാണ്. ഇനി ഇത് തണുപ്പിച്ച് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ല തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.